LDF സർക്കാരിന്റെ കാലത്ത് ബാർ ലൈസൻസ് പുതുക്കി നൽകിയതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കൊല്ലത്തെ കോൺഗ്രസ് നേതാവ് MM സഞ്ജീവ് കുമാർ നൽകിയ പൊതു താൽപര്യ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. അർജുൻ മട്ടന്നൂർ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അർജുൻ, അപ്പോൾ എന്താണ് ഈ ഹർജിക്കാരന്റെ ഒരു ആവശ്യം? അനധികൃതമായി ലൈസൻസ് പുതുക്കിയതിലെ സാമ്പത്തിക ഇടപാടുകളും അഴിമതിയും തന്നെയാണോ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഹർജിക്കാരൻ ഉദ്ദേശിക്കുന്നത്? ഷിഹാസ, കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ബാർ ലൈസൻസ് നൽകിയതിൽ ക്രമക്കേടുണ്ടെന്നും ഇതിന് പിന്നിൽ സാമ്പത്തിക താൽപര്യങ്ങളുണ്ടെന്നും അഴിമതിയുണ്ടെന്നും ആരോപിച്ചുകൊണ്ടാണ് CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലത്തെ കോൺഗ്രസ് നേതാവായ MM സഞ്ജീവ് കുമാർ ഒരു ഹർജി നൽകിയത്. ഈ ഹർജിയാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കാൻ പോകുന്നത്. അതായത് ഈ കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ സ്റ്റാർ ലൈസൻസ് ഉള്ള ഹോട്ടലുകൾക്ക് മാത്രമേ ബാർ ലൈസൻസ് പുതുക്കി നൽകാവൂ എന്നാണ് വിദേശ മദ്യചട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ. പക്ഷേ ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്റ്റാർ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ച കാലയളവിൽ താൽക്കാലികമായി ബാർ ലൈസൻസ് പുതുക്കി നൽകിയെന്നതാണ് ഈ ഹർജിക്കാരൻ പ്രധാനമായും പറയുന്നത്. ഇതിനു പിന്നിൽ സാമ്പത്തിക താൽപര്യങ്ങളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്, മാത്രമല്ല വലിയ അഴിമതിയാണ് നടന്നത്. ഇതിനെക്കുറിച്ച് ഒരു കേന്ദ്ര ഏജൻസിയെ CBI അന്വേഷിക്കണം എന്നതാണ് ഈ കോൺഗ്രസ് നേതാവിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഈ ഹർജിയാണ് ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഹർജിയുമായി ബന്ധപ്പെട്ട കോടതി എന്ത് തീരുമാനത്തിലേക്കാണ് എത്തുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഹർജിക്കാരനെ അടക്കം മൊഴി കേൾക്കും, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ മറുപടിയും കേൾക്കും. അതിനുശേഷമായിരിക്കും കോടതി ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ശരി അർജുൻ.